ഹായ് ഹലോ എല്ലാവർക്കും സാര ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 16ാമത്തെ ടെസ്റ്റ് പേപ്പറിലെ ചോദ്യങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ്. സോ ഇപ്പൊ നമുക്ക് ഏകദേശം എക്സാം ഒക്കെ ആവാനായി അല്ല, അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ 16ാമത്തെ ടെസ്റ്റ് പേപ്പറിലെ ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം 16ാമത്തെ ടെസ്റ്റ് പേപ്പറിലും തന്നിരുന്നത് എന്ത് തന്നെയായിരുന്നു? ഒരു PYQ സെറ്റ് തന്നെയായിരുന്നു അല്ലെ? അപ്പൊ ആദ്യത്തെ ഒരു ചോദ്യം ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. എന്താണ് ചോദ്യം? എന്താണ് തന്നിരിക്കുന്നത്? 6 കൺട്രീസിലെ അല്ലേ എക്സ്പോർട്സിന്റെ കണക്കാണ് തന്നിരിക്കുന്നത്. എത്ര വർഷങ്ങളെ 2019 മുതൽ 2023 വരെയുള്ള എക്സ്പോർട്ടിന്റെ കണക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ എന്നിട്ട് ചോദ്യത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താ? വാട്ട് വാസ് ദ ഇൻകം ഓഫ് ഓൾ ദ 6 കൺട്രീസ് ടുഗദർ ഇൻ ദ ഇയർ 2023? 2023 മൊത്തം കൺട്രീസിന്റെ ഇൻകം കണ്ടുപിടിക്കണം. പക്ഷെ അതിന് നമുക്ക് എന്തറിയണം? ഇവിടെ നമുക്ക് എന്തറിയുള്ളൂ? എക്സ്പോർട്ട് അറിയുള്ളൂ അല്ലെ. അപ്പൊ ഇമ്പോർട്ട്സ് ടോട്ടൽ തന്നിട്ട് 770 കോടിയാണ് ആ വർഷങ്ങളിൽ ടോട്ടൽ ഇമ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ 2023 ടോട്ടൽ എക്സ്പോർട്ട് എത്രയാണെന്ന് നോക്കി നോക്കൂ. എക്സ്പോർട്ട് കണ്ടുപിടിക്കാൻ എന്താ ചെയ്താൽ മതി? ഇവിടെ നമുക്ക് 2023 ടോട്ടൽ എക്സ്പോർട്ട് കൂട്ടിയാൽ മതി. ഇപ്പൊ എത്രയൊക്കെ വരേണ്ടത്? 180 200 380 380 100 350 130 ആണ് കൂട്ടുന്നത്. അപ്പൊ ആദ്യം 350 100 കൂട്ടുക, 450 450 30 കൂട്ടിയ 510 അല്ലെ. 510 50 560 560 220 560 200 760 20 780 780 200 980 980 40 എത്ര വരിക? 1020 അല്ലെ. അപ്പൊ 1020 കോടി രൂപയായിരിക്കും വരിക അല്ലെ. വേണമെങ്കിൽ ഒന്നും കൂടെ കൂട്ടി വെക്കോളൂ. 380 510 560 780 780 200 980 40 1020 അല്ലെ. അപ്പൊ 1020 കോടി രൂപയുടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എക്സ്പോർട്സ് സംഭവിച്ചിട്ടുണ്ട്. അതില് ഇമ്പോർട്ട് എത്രയാണ് നടന്നിരിക്കുന്നത്? 770 കോടിയാണ് മൊത്തത്തിൽ നടത്തിയിരിക്കുന്നത്. സോ ഇപ്പൊ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇൻകം ഇസ് എക്സ്പോർട്സ് മൈനസ് ഇമ്പോർട്ട്സ് ആണ് അല്ലെ. അപ്പൊ 1020 മൈനസ് 770 എത്രയായിരിക്കും വരിക? 1020 മൈനസ് 770 0 അല്ലെ. 12 ബാക്കി ഒന്ന് 250 കോടി രൂപയുടെ ഇൻകം ആയിരിക്കും ഈ എല്ലാ കൺട്രീസിലും കൂടെ ജനറേറ്റ് ചെയ്യുന്നത് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു ഇത്. രണ്ടാമത്തെ ചോദ്യം എന്താ? ഇൻ ദ ഇയർ 2019 2019 ഇഫ് ദ റേഷ്യോ ഓഫ് എക്സ്പോർട്സ് ടു ഇമ്പോർട്ട്സ് ഫോർ കൺട്രി ഡി ആൻഡ് കൺട്രി എഫ് അല്ലെ. 2019 കൺട്രി ഡിയുടെ ആണ് ആദ്യം തന്നിരിക്കുന്നത്. അത് എന്താണ്? എക്സ്പോർട്സ് ടു ഇമ്പോർട്ട്സ് ആണ് അല്ലെ. അപ്പൊ എക്സ്പോർട്ട് 90 ഇതും പിന്നെ കൺട്രി എഫിന്റെ കേസിൽ 1:2 ആണ്. അപ്പൊ 1:2 എന്ന് പറയുന്ന സാധനം 90 എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ 1ന് ഈക്വലന്റ് 90 ആണെങ്കിൽ നമുക്കറിയാം 1:2 90:2 എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ നമുക്കറിയാം 1നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 90 കിട്ടുക? 1ന് ഈക്വലന്റ് ആണല്ലോ 90. അപ്പൊ 1നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 90 കിട്ടുക എന്ന് വെച്ചപ്പോൾ 90 കൊണ്ട് ഗുണിച്ചാലാണ്. അതേ 90 വെച്ച് ഇവിടെയും ഗുണിക്കുക. അപ്പൊ 2 × 90 എത്ര വരിക? 180 ആണ് വരിക അല്ലെ. അതായത് ഇവിടെ തന്നിരിക്കുന്ന സംഖ്യനെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 90 കിട്ടുക നോക്കുക. അതേ സംഖ്യ വെച്ച് അപ്പുറത്തും ഗുണിക്കുക. അപ്പൊ 180 കോടിയാണ് കൺട്രി എഫിലെ എന്തെന്ന് പറയുന്ന സാധനം? ഇമ്പോർട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടോ. അപ്പൊ കൺട്രി എഫിലെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് 180 കോടിയാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കൺട്രി എഫിലെ കൺട്രി ഡിയുടെ ആണ് 1:2 അല്ലെ. കൺട്രി ഡിയുടെ ആണ് 1:2 കേട്ടോ. 1:2 ശരി തന്നെയാണ്. 90 ആണ് കൺട്രി ഡിയിൽ വന്നത്. 180 കറക്റ്റ് ആണ്. കൺട്രി ഡിയുടെ ആണ്. കൺട്രി എഫിന്റെ കേസിലേക്ക് വരുമ്പോ കൺട്രി എഫിൽ നോക്കൂ. കൺട്രി എഫിൽ എത്രയായിരുന്നു? കൺട്രി എഫിൽ 48 കോടിയാണ് 2019 ഇത് എത്രയാണ്? അവിടുത്തെ റേഷ്യോ എത്രയാ? 4:1. എക്സ്പോർട്സ് ടു ഇമ്പോർട്ട്സ് എത്രയാണ്? 4:1. അപ്പൊ 4ന് ഈക്വലന്റ് ആണ് 48 അല്ലെ. അപ്പൊ നമുക്കറിയാം 4ന് എന്തുകൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 48 കിട്ടാം? 12 കൊണ്ട് ഗുണിച്ചാലല്ലേ. അതേ 12 വെച്ച് ഇവിടെ 1നെയും ഗുണിക്കണം. അപ്പൊ 1 × 12 എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 കോടി എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇമ്പോർട്ട് എത്ര കോടിയാണ്? 12 കോടി. അങ്ങനെയാണെങ്കിൽ അപ്പൊ 180 കോടിയാണ് ഡിയിലെ ഇമ്പോർട്ട്, 12 കോടിയാണ് എഫിലെ ഇമ്പോർട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടിലും കൂടെ എത്രയായിരിക്കും? ടോട്ടൽ ഇമ്പോർട്ട്സ് ഓഫ് കൺട്രീസ് എഫ് ആൻഡ് ഡി ടുഗദർ ഇൻ ദ സെയിം ഇയർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 180 12 കൂടെ കൂട്ടിയ 192 കോടി രൂപയായിരിക്കും ടോട്ടൽ എന്ത് ഇമ്പോർട്ട്സ്. ഓക്കെ അല്ലേ? യെസ്. If the export of country A in the year 2024 2024 തന്നിട്ടില്ല. 2024 എക്സ്പോർട്ട് എന്ന് പറയുന്നത് 20% മോർ ദാൻ ദ കമ്പൈൻഡ് എക്സ്പോർട്ട് ഓഫ് കൺട്രി ബി ഇൻ 2022. കൺട്രി ബിയില് 2022 എക്സ്പോർട്ട് എത്രയാണ്? 100 കോടി. പിന്നെ എക്സ്പോർട്ട് ഓഫ് കൺട്രി ഇ ഇൻ 2021. കൺട്രി ഇ ഇൻ 2021 എത്രയാണ്? 110 കോടിയാണ്. അത് രണ്ടും കൂടി
കൂട്ടിയതിന് 20% കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പൊ 100, 110, 210 കോടിയേക്കാൾ 20% കൂടുതൽ എന്ന് പറയുമ്പോൾ 210 പ്ലസ് 210ന്റെ 20% എത്രയാ? 42 ആണ് അല്ലെ? 21 10%, അപ്പൊ 20% പറയുമ്പോൾ 42. സോ അപ്പൊ എത്ര കോടിയായിരിക്കും? 252 കോടിയായിരിക്കും 2024 കൺട്രി എയുടെ എന്തെന്ന് പറയുന്ന സാധനം, എക്സ്പോർട്ട് എന്ന് പറയുന്ന സാധനം അല്ലെ? അപ്പൊ 252 കോടി എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? Then what is the income of country A in the year 2024? കൺട്രി എയിലെ ഇൻകം എത്രയാണ്? അവിടുത്തെ ഇമ്പോർട്ട് എത്രയാണ്? 184 കോടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എക്സ്പോർട്സ് മൈനസ് ഇമ്പോർട്ട്സ് അല്ലേ? അപ്പൊ 252 മൈനസ് 184. 282 184 പോയാൽ എത്ര കിട്ടാം? 8 4 12 അല്ലെ? ബാക്കി ഒന്ന് 8 1 9 6 15 ബാക്കി ഒന്ന്. അപ്പൊ എത്ര കോടിയാണ്? 68 കോടി രൂപയായിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്ന സാധനം, ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന സാധനം. കൺട്രി എയിൽ 2024 ഇൻകം എത്രയായിരിക്കും? 68 കോടി രൂപ. ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ എന്താണ്? ഓവറോൾ ദ ഗിവൺ ഇയേഴ്സ് ദ ആവറേജ് എക്സ്പോർട്ട് ഓഫ് കൺട്രി ഇ അല്ലെ? കൺട്രിയുടെ ആവറേജ് എക്സ്പോർട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതെല്ലാം കൂടെ കൂടണം അല്ലെ? 120 100 220 220 130 എത്ര കിട്ടാം? 330 330 200 530 അല്ലെ? 530 220 530 200 730 730 20 750 കോടി രൂപ അല്ലെ? കൺട്രി ഇയുടെ കേസിൽ. കൺട്രി സിയിലോ? കൺട്രി സിയിൽ 100 110 210 210 100 310 40 350 350 100 450 450 80 530 530 100 630 660 660 കോടി രൂപയാണ് ഇതെന്ന് പറയുന്ന സാധനം അല്ലെ? 660 കോടി. നമുക്ക് ഇതിനെ ആവറേജ് എക്സ്പോർട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് എക്സ്പോർട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആവറേജ് എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ എത്ര വർഷങ്ങളാണ്? 1 2 3 4 5 രണ്ടിനെയും 5 വെച്ച് ഹരിക്കണം അല്ലെ? അപ്പൊ എത്രയായിരിക്കും വരിക? 750/5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരഞ്ച് 5 അല്ലെ? ബാക്കി 2 25 5 150 കോടി എന്ന് വരും അല്ലെ? ഇവിടെയോ 660ലോ ഒരഞ്ച് 5 ബാക്കി 16 3 15 ബാക്കി 1 എന്ന് പറയുമ്പോൾ 132 കോടി എന്ന് വരും. അപ്പൊ 150 കോടി 132 കോടിയാണ് വരിക. സോ ഇവിടുത്തെ കേസിൽ ഇവിടുത്തെ ഓവറോൾ ആവറേജ് എക്സ്പോർട്ട് ഓഫ് കൺട്രി ഈസ് എത്രയാണ് ആവറേജ് എക്സ്പോർട്ട് എന്നുള്ളതാണ് ചോദ്യം. കൺട്രി സിനേക്കാൾ എത്ര കൂടുതൽ, എത്ര പെർസെന്റേജ് കൂടുതലാണെന്നുള്ളതാണ് ചോദ്യം. എന്ന് വെച്ചാൽ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് കാണാം അല്ലെ? 150 132 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 18 അല്ലെ? ആ 18 എന്ന് പറയുന്ന കൺട്രി സി എന്ന് പറയുമ്പോൾ എത്ര കോടിയായിരുന്നു? 132 കോടിയായിരുന്നു അല്ലെ? അപ്പൊ ആ 132ന്റെ എത്ര പെർസെന്റേജ് ആണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ 18/132 ഇൻറ്റു 100. നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കി തന്നത് കൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇതിനെ ചെറുതാക്കുക എന്നുള്ള സംഭവം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ? 18ലും 132ലും എന്ത് പോവും? 18ലും 132ലും നമുക്കറിയാം 2 പോവും അല്ലെ? 4 ഇല്ല 2 പോവും. 2 പോവും. അപ്പൊ 18ൽ 2 എത്ര പ്രാവശ്യം? 18ൽ 2 9 പ്രാവശ്യം. 132ലോ 13ൽ 2 എത്ര പ്രാവശ്യം പോവും? 13ൽ 2 2 പ്രാവശ്യം. 6 പ്രാവശ്യം അല്ലെ? 6 2 12 ബാക്കി വീണ്ടും 1 2 12 66 പ്രാവശ്യം അല്ലെ? 9ലും 66ലും എന്ത് പോവും? നമുക്കറിയാം 9ലും 66ലും എന്താ പോവാ? 3 പോവും അറിയാം അല്ലെ? അപ്പൊ 9ലും 3 പ്രാവശ്യം 66ല് 22 പ്രാവശ്യം അല്ലെ? ഇനി 22 100ഉം നമുക്കറിയാലോ 2ൽ പോകുന്നുള്ളത്. അപ്പൊ ഇവിടെ 11 ഇവിടെ എത്രയാണ്? 50. സോ അപ്പൊ 3 ഇൻറ്റു 50 150/11 എന്ന് വരും. 150/11 നമുക്ക് ചെറുതാക്കാൻ പറ്റുമല്ലോ? 15ല് 11 ഒരു പ്രാവശ്യം അല്ലെ? ബാക്കി 40 40ല് 3 പ്രാവശ്യം 33 ബാക്കി 7 ശിഷ്ടം. സോ അപ്പൊ എത്രയായിരിക്കും വരിക? 13/7/11% ആയിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്ന സാധനം കൺട്രി ഇയിലെ എക്സ്പോർട്ട് കൺട്രി സിയിലെ എക്സ്പോർട്ടിനേക്കാൾ കൂടുതൽ. എത്ര പെർസെന്റേജ് ആണെന്ന് ചോദിച്ചാൽ എത്ര പെർസെന്റേജ്? 13/7/11% ആയിരിക്കും. ഓക്കെ, ഡിഫറൻസ് കാണാം. അത് മുകളിൽ എഴുതി ഡിവൈഡഡ് ബൈ എന്തിനു വെച്ചാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്? കൺട്രി സിയിലെ ആവറേജ് എക്സ്പോർട്ടിന് വെച്ചാണ്. 132 കോടിയാണ്. അപ്പൊ ആ 132 കോടിയുടെ എത്രയാണ് 18 കോടി എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എത്ര പെർസെന്റേജ് ആണെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ എന്താണ്? What is the approximate percentage increase in the export of all the countries together in the year 2022 in comparison to the year 2020 എന്നുള്ളതാണ്. 2020നെ അപേക്ഷിച്ച് അല്ലെ 2022ലേക്ക് വരുമ്പോ എല്ലാ കൺട്രീസിലെയും കൂടെ ആവറേജ് അല്ല ഇവിടെ എന്താണ്
approximate percentage increase in the export of all the countries together in the year 2022 in comparison to the year 2020 എന്ന് പറഞ്ഞു അല്ലേ. 2020 ടോട്ടൽ കണ്ടുപിടിക്കണം അല്ലെ. 2020 മൊത്തം ടോട്ടലും 2022 ടോട്ടലും കണ്ടുപിടിക്കണം. സോ എത്രയാ വരുന്നത്? 89, 130, 130, 110 എത്ര വരിക? 240 അല്ലെ. 240, 120, 360, 360, 100, 460, 80 എത്ര വരിക? 540 കോടി എന്ന് വരും. ഇവിടെ കൂട്ടുമ്പോഴോ 190, 190, 370, 400, 600, 750 അല്ലെ. 750 കോടി എന്നും കിട്ടും. സോ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് പെർസെന്റേജ് ഇൻക്രീസ് അല്ലെ. പെർസെന്റേജ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡിഫറൻസ് കാണണം. 540 750 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 750 540 പോയാൽ 750 500 പോയാൽ 250 250 40 കൂടെ പോയാൽ എത്രയാ? 210 അല്ലെ. ആ 210 കോടി എന്ന് പറയുന്നത് 2020 അപേക്ഷിച്ച് അല്ലെ. 2020 എത്ര കോടിയായിരുന്നു? 540 കോടിയായിരുന്നു. ആ 540 അപേക്ഷിച്ച് എത്ര പെർസെന്റേജ് ആണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അല്ലെ. സോ അപ്പൊ എന്ത് ചെയ്യാം? 540 ഏകദേശം 210 എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആയിരിക്കും? 540 പകുതി എത്രയാ? 270 ആണ്. അപ്പൊ അതിനേക്കാൾ ചെറുതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് വെട്ടാം അല്ലെ. ഇതും വെട്ടാം. സോ ഇതിൽ ഏതോ ഒന്നാണ് ആൻസർ. 540 ഒരു 40% എത്രയായിരിക്കും ആലോചിച്ച് നോക്കിയേ. 54 into 4 അല്ലെ. എത്ര വരിക? 4 4 16, 14 20 216. സോ 216 എന്ന് പറയുന്നത് 210 വലുതല്ലേ. അപ്പൊ 40%നേക്കാൾ ചെറുതാണ് ആൻസർ എന്നുള്ളത് നമുക്ക് ഉറപ്പായി. സോ ഇപ്പൊ 40.67 ആയിരിക്കില്ല. എത്രയായിരിക്കും? 38.99% ആയിരിക്കും ഇവിടുത്തെ ആൻസർ വരിക. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 60% കൺസ്യൂം 300 കിലോഗ്രാം ഓഫ് വീറ്റ് ഇൻ 40 days. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താ? ഇവിടെ എന്തൊക്കെയാണ്? ആളുകളുടെ എണ്ണം തന്നിട്ടുണ്ട് അല്ലെ. ഡേയ്സ് തന്നിട്ടുണ്ട്. അപ്പൊ എം തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്. ദെൻ ഇത് 300 കിലോഗ്രാം വീറ്റ് കഴിക്കുക എന്ന് പറയുന്നത് വർക്ക് അല്ലെ. എന്താണ് ഇക്വേഷൻ? M1 D1 ഡിവൈഡഡ് ബൈ W1 is equal to M2 D2 by W2 എന്നുള്ള ലെവൽ എടുക്കണം. സോ ഈ വർക്കാണ് കേട്ടോ. ഇത് ചെയ്യുന്ന വർക്കാണ് 300 കിലോഗ്രാം വീറ്റ് കഴിക്കുക എന്നുള്ളത്. സോ ദാറ്റ് മീൻസ് ഇത് വർക്കാണ്. അപ്പൊ M1 D1 divided by W1 is equal to M2 D2 divided by W2 എന്നായിരിക്കും ഇക്വേഷൻ വരിക. M1 എത്രയാണ്? 60 അല്ലെ ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 300 ഈക്വൽ ടു അപ്പുറത്ത് എന്താ വരുന്നത്? ഇൻ ഹൗ മെനി ഡേയ്സ് നമുക്ക് വേണം? 25 ആണ് അല്ലെ ആളുകളുടെ എണ്ണം. സോ ഇൻറ്റു D2 ഡിവൈഡഡ് ബൈ എത്രയാണ്? 100 ആണ്. സോ നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ തന്നെ വെട്ടി ചെറുതാക്കിയിട്ട് ചെയ്യാം. ഇവിടെ 4 ഇപ്പുറത്തേക്ക് വരിക അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് എന്തൊക്കെ വെട്ടിപ്പോവും? 60 300 5 പ്രാവശ്യം. സോ അപ്പൊ 40/5 ആ ബൈ 4 ഇങ്ങോട്ട് വരും ഇൻറ്റു 4 എന്ന് വരും. ഇതാണ് D2 വരിക. അപ്പൊ എത്രയൊക്കെ വരും? 45 എത്ര പ്രാവശ്യം പോവും? 8. അപ്പൊ 8 ഇൻറ്റു 4 32 ദിവസം കൊണ്ടായിരിക്കും ഇവർക്ക് ഇത് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അടുത്ത ടേം കണ്ടുപിടിക്കാനുള്ളതായിരുന്നു അല്ലെ. സോ 2 A 11 4 D 13 12 G 17 48 G 23. അപ്പൊ A D ആയി, B C D അല്ലെ. 3 എണ്ണം ഡിഫറൻസ്. D G ആയി, E F G മൂന്നാമത്തെ ഇതാണ് അല്ലെ. H I J വീണ്ടും മൂന്നാമത്തെയാണ്. അപ്പൊ K L M M ആയിരിക്കും വരിക നടുക്ക് അല്ലെ. അപ്പൊ ഇതല്ല എന്നുറപ്പായി. ഈ രണ്ടെണ്ണത്തിൽ ഏതോ ഒന്നാണെന്ന് ഉറപ്പായി. ഇനി നോക്കൂ, 11 13 ആയി. അപ്പൊ അവിടെ എത്ര കൂടി? 2 കൂടി. 13 14 ആയി, 4 കൂടി അല്ലെ. 13 17 ആയി അല്ലെ, 4 കൂടി. എത്ര വരുന്നത്? 17 23 ആയാൽ 6 ആണ് കൂടുക. അപ്പൊ 2 കൂടി 4 കൂടി 6 കൂടി അടുത്ത എത്ര കൂടേണ്ടി വരാം? 8 കൂടേണ്ടി വരും അല്ലെ. അപ്പൊ 23 8 31. സോ അപ്പൊ എത്ര വരാം? 240 M 31 എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ബൈ സെല്ലിംഗ് 35x for ₹30 a man loses 25%. അപ്പൊ 35x അല്ലെ എത്രക്ക് വിറ്റപ്പോ? 30 രൂപയ്ക്ക് വിറ്റപ്പോ അല്ലെ. 35x 30 രൂപയ്ക്ക് വിറ്റപ്പോ 25% നഷ്ടം വന്നു എന്ന് പറയുമ്പോ അപ്പൊ നമ്മൾ വാങ്ങിയ വിലയുടെ എത്ര ശതമാനത്തിനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? 75% കൊടുത്തിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ആ 75% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് 30. പിന്നെ 100% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു എത്ര വരിക? 30 into 75% അപ്പുറത്തേക്ക് പോകുമ്പോൾ 100/75 വരും അല്ലെ. 75% എന്ന് പറഞ്ഞാൽ 75/100 ആണ്. അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ 100/75 വരും. അപ്പൊ ഇതിൽ എന്തൊക്കെ വേണ്ടി പോകും? 25 100ൽ 4 പ്രാവശ്യം, 75ൽ 3 പ്രാവശ്യം. അപ്പൊ 3 30ൽ എത്ര പ്രാവശ്യം? 10. അപ്പൊ 10 into 4 40 രൂപയ്ക്കായിരിക്കും 35x നമ്മൾ വാങ്ങിയിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ 35x എത്ര രൂപയ്ക്കായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക? 40 രൂപയ്ക്കായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ ഇനി ചോദ്യം എന്താ? അപ്പൊ ഇതേ 35x എത്ര രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് 20% ലാഭം കിട്ടും? ആലോചിച്ച് നോക്കി. 40 രൂപയ്ക്കാണ് വാങ്ങിച്ചേക്കണം. അപ്പൊ 40ന്റെ 20% എന്ന് പറയുമ്പോൾ എത്ര വരിക? 40ന്റെ 10% 4. അപ്പൊ 20% വരുമ്പോൾ 8 അല്ലെ. അപ്പൊ 48 രൂപയ്ക്ക് വിറ്റാലാണ് നമുക്ക് എത്ര കിട്ടുക? 35x നമുക്ക് 48 രൂപയ്ക്ക് വിറ്റാലാണ്
20% ലാഭം കിട്ടാം. അപ്പൊ ഇനി ചോദ്യം എന്താ? 144 രൂപയ്ക്ക് എത്ര എക്സ് വിൽക്കണം 20% ലാഭം കിട്ടാന്നുള്ളതാണ്. അപ്പൊ 48 രൂപയ്ക്ക് വിറ്റാൽ 35 എക്സിന് 48 രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് എന്ത് കിട്ടും? 20% ലാഭം കിട്ടും. സോ ഈ 48നെ ജസ്റ്റ് 3 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കി. 144 കിട്ടുന്നത് 48 into 3 144 കിട്ടും അല്ലെ? അപ്പൊ അതേ 3 വെച്ച് ഇവിടെയും ഗുണിക്കുക. സോ ദാറ്റ് മീൻസ് 35 എണ്ണത്തിന്റെ 3 സെറ്റ് വേണം. എത്ര വരിക? 35 into 3 105 എക്സ് വേണം അല്ലെ? 3 15 ബാക്കി 1 3 9 അപ്പൊ 105 എക്സ് ഉണ്ടെങ്കിലാണ് എത്ര രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി പറ്റുക? 144 രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് എത്ര പെർസെന്റേജ് ലാഭം കിട്ടുക? 20% ലാഭം കിട്ടുക. അപ്പൊ എത്ര എക്സ് ആണ്? 105 എക്സ് ആണ് വരിക. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? In a certain code language, the word slight is written as UJKEJR. അപ്പൊ SLIGHT അതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? UJK അല്ലെ? EJR എന്ന് എഴുതിയിരിക്കുന്നു. SUI നോക്കൂ, S എത്രാമത്തെ ലെറ്റർ? S എന്ന് പറയുന്നത് 9ാമത്തെ ലെറ്റർ ആണ്. U എന്ന് പറയുന്നത് 21ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ രണ്ടെണ്ണം അവിടെ കൂടി അല്ലെ? LJ ആയാലോ? LJ ആവാ മീൻസ് L 12ാമത്തെയും J 10ാമത്തെയാണ്. സോ അപ്പൊ രണ്ടെണ്ണം മൈനസ് വന്നു. IK ആവാ മീൻസ് JK അല്ലെ? രണ്ടെണ്ണം കൂടി. GE ആവാ മീൻസ് രണ്ടെണ്ണം കുറഞ്ഞു അല്ലെ? GE 7ാമത്തെയും ഈ 5ാമത്തെയാണ്. സോ HJ ആവാ മീൻസ് രണ്ടെണ്ണം കൂടി. TR ആവാ മീൻസ് രണ്ടെണ്ണം കുറഞ്ഞു. അപ്പൊ രണ്ടെണ്ണം കൂടി, രണ്ടെണ്ണം കുറഞ്ഞു, രണ്ടെണ്ണം കൂടി, രണ്ടെണ്ണം കുറഞ്ഞു. ഈ ലെവലിലാണ് പോകുന്നത്. അപ്പൊ ഗ്രൗണ്ട് എന്നുള്ള സാധനത്തിനെ അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വരിക? ഗ്രൗണ്ട് +2 -2 +2 -2 +2 -2 ഈ ലെവലിലാണ് വരിക അല്ലെ? അപ്പൊ എങ്ങനെ വരിക? G എന്ന് രണ്ടെണ്ണം ഫ്രണ്ടിലേക്ക് പോവാന്ന് പറയുമ്പോൾ H I അല്ലെ? 7 + 2 9 അല്ലേ വരിക? I പിന്നെ 6 എന്ന് രണ്ടെണ്ണം ബാക്കിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ 6 എന്ന് രണ്ടെണ്ണം ബാക്കിലേക്ക് വരുമ്പോൾ P അല്ലെ? പിന്നെ അപ്പൊ IP എന്ന് വരുന്ന സാധനം ഏതാ നോക്കൂ. ഇത് മാത്രമേ ഉള്ളൂ. സോ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സോ IPQ SPP ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരും. ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3 സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 10%, 20% and 30%. നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യ പേപ്പറിലും ഇതേ ക്വസ്റ്റ്യൻ, പക്ഷെ അത് 30% ആയിരുന്നു എല്ലായ്പ്പോഴും വന്നത് അല്ലെ? അപ്പൊ അതിന്റെ എത്ര സിംഗിൾ ഡിസ്കൗണ്ട് എന്ന് ചോദിച്ചപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ മാർക്കറ്റ് പ്രൈസിനെ നമ്മൾ എത്രയെന്ന് എടുക്കുന്നു? 100 ആയിട്ട് എടുക്കുന്നു അല്ലെ? അതിന്റെ ആദ്യം 10% ഡിക്രീസ് ആയി മീൻസ് 100ന്റെ 10% എത്രയാ? 10 ആണ് അല്ലെ? അപ്പൊ 100 - 10 പുതിയ പ്രൈസ് എത്രയാണ്? 90. വീണ്ടും ഒരു 20% ഈ 90 കുറച്ചു മീൻസ് 90ന്റെ 20% എത്രയാ? 90ന്റെ 20% മീൻസ് 90 - 90ന്റെ 10% 9 ആണ്. അപ്പൊ 20% എത്രയായിരിക്കും? 18 ആയിരിക്കും അല്ലെ? അപ്പൊ 90ന്ന് 18 കുറയ്ക്കണം. 90ന്ന് 18 കുറച്ച് എത്ര വരും? 72 എന്ന് വരും അല്ലെ? 90ന്ന് 10 പോയാൽ 80, 80ന്ന് 8 പോയാൽ 72 അല്ലെ? 72 എന്ന് തോന്നും. ഇനി ആ 72ന്ന് 30% കുറയ്ക്കണം അല്ലെ? അപ്പൊ എത്ര വരിക? 72 - 30% പറയുമ്പോൾ എത്ര വരിക? 10% എത്ര? 7.2 ആണ്. അപ്പൊ 7.2 into 3 എത്രയായിരിക്കും വരിക? 72 - 7.2 into 3 എത്ര വരിക? നമുക്ക് ഗുണിച്ചു നോക്കാം. 2 3 6 അല്ലെ? 7 21 21.6 എന്ന് വരും. 72 - 21.6 അപ്പൊ എത്രയാ വരിക? 72 - 21.6 എന്ന് പറയുമ്പോൾ 6 4 10 അല്ലെ? ബാക്കി 1 0 50 50.4 ആയിരിക്കും ഫൈനൽ റേറ്റ് അല്ലെ? അപ്പൊ 100 രൂപ ഉണ്ടായിരുന്ന സാധനം എത്ര രൂപയായിട്ട് മാറി? 50.4 ആയി. മീൻസ് എത്ര പെർസെന്റേജ് അവിടെ ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത്? 49.6% ആണ് ഡിസ്കൗണ്ട്. നോക്കൂ, ഓപ്ഷനിൽ 50.4 ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് 100 രൂപ ഉണ്ടായിരുന്ന സാധനം 50.4 ആണ് ഫൈനൽ റേറ്റ്. സോ അതിന്റെ അർത്ഥം 49.6 രൂപ കുറച്ച് കൊടുത്തു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് എത്ര പെർസെന്റേജ് ഡിസ്കൗണ്ട് കൊടുത്തു? 49.6% ഡിസ്കൗണ്ട്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അത്രയും ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ പ്രാവശ്യം കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലെ? അതെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറും ആയിരുന്നു. സോ ഇതെല്ലാം എളുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാവും എല്ലാവരും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചയിലെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ആഴ്ച കണ്ടുമുട്ടും. അതുവരേക്കും താങ്ക് യു വെരി മച്ച്.